അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം ക്ഷേത്രത്തിലെ സംഭാവനകളിൽ നിന്ന് ദിവസവും 6 മുതൽ 8 ലക്ഷം രൂപ വരെ മോഷ്ടിക്കപ്പെട്ടിരുന്നു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അറസ്റ്റിലായ പ്രതി അവിനാശ് ശുക്ല കൊള്ളയടിച്ച പണം കൊണ്ട് വാങ്ങിയ കാറും അന്വേഷണ സംഘം കണ്ടെത്തി. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ദിവസേന 6 മുതൽ 8 ലക്ഷം രൂപ വരെ മോഷ്ടിക്കപ്പെട്ടിരുന്നുവെന്നാണ് കണ്ടെത്തൽ. തട്ടിപ്പ് പുറത്തുവരുന്നതിന് മുമ്പ് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ശരാശരി 16 മുതൽ 18 ലക്ഷം രൂപ വരെയാണ് ദിവസവും എത്തിയിരുന്നത്. എന്നാൽ കൊള്ള പുറത്തു വന്നതിന് ശേഷം ഇത് ദിവസവും 24 മുതൽ 26 ലക്ഷം രൂപയായി വർദ്ധിച്ചതായും കണ്ടെത്തി. പ്രതി അവിനാശ് ശുക്ല മോഷ്ടിച്ച പണം ഉപയോഗിച്ച് കാർ വാങ്ങിയിരുന്നു. ഈ കാറും അന്വേഷണ സംഘം കണ്ടുകെട്ടി. അതേസമയം ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്ഷേത്രക്കൊള്ളയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് RSS രംഗത്തെത്തിയിട്ടും പ്രധാനമന്ത്രി മൗനം തുടരുന്നത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തു വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയുടേത് കുറ്റകരമായ മൗനമെന്നും A റഹീം MP പ്രതികരിച്ചു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾക്കൊന്നും തന്നെ യഥാർത്ഥ കുറ്റവാളികളെയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രശ്നത്തെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നാണ് DYFIയുടെ വിശ്വാസം. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു SITക്ക് മാത്രമേ നീതിയുക്തമായൊരു അന്വേഷണം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ വലിയ രാമക്ഷേത്ര കൊള്ള നടന്നിട്ട് ഈ നിമിഷം വരെ മിണ്ടാതിരിക്കുന്നത്? മോദിയും യോഗിയും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രക്കൊള്ള പുറത്തുവന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിലും ക്ഷേത്രകാര്യങ്ങളിലും യോഗിയുടെ അഭിപ്രായം മാനിച്ചല്ല മോദി നീങ്ങിയതെന്നായിരുന്നു ആക്ഷേപം. ഈ ട്രസ്റ്റ് രൂപീകരിച്ചതു മുതൽ ഉത്തർപ്രദേശ് സർക്കാരിന് കാര്യമായ പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടിയാണ് ക്ഷേത്രക്കൊള്ള പുറത്തുവന്നത്. കൈരളി ന്യൂസ്, ദില്ലി.